ഏറ്റവും പ്രധാനം ഇപ്പോൾ മെറ്റൽ ഡിറ്റക്ടർ എത്തിച്ചുകൊണ്ടുള്ള പരിശോധന തന്നെയാണ്. അതുപോലെ തന്നെ മണ്ണ് മാറ്റുന്നതിന് വേണ്ടിയുള്ള ആധുനിക സംവിധാനങ്ങൾ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ആ പ്രദേശത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊരു ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഏതായാലും മഴയ്ക്ക് അല്പം ശമനം, അതായത് വളരെ ശക്തിയിൽ പെയ്തിരുന്ന മഴയ്ക്ക് ചെറിയ ശമനം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഇനി കൂടുതൽ വേഗത്തിൽ നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒരു കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇപ്പോൾ വന്നിരിക്കുകയാണ്. പുഴയിലേക്ക് ഈ ലോറി വീണിട്ടില്ല എന്നുള്ളത്. ഏതാണ്ട് 1 കിലോമീറ്റർ പരിധിയിൽ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ പരിശോധന നടത്തിയിരുന്നു. അതിൽ നിന്ന് പുഴയിൽ ലോറിയെ കണ്ടെത്താൻ ആയിട്ടില്ല. പ്രത്യേകിച്ച് ഈ ലോറി ഫുൾ ലോഡഡ് ആയിരുന്നു, തടി കയറ്റി വന്ന ലോറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഒഴുകിപ്പോകാനുള്ള സാധ്യത, അതിൻ്റെ ഭാരം കൊണ്ട് അത് ഒഴുകിപ്പോകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് മുങ്ങൽ വിദഗ്ധരൊക്കെ പറയുന്നത്. ഏതായാലും ആ പരിശോധന ഇതുവരെ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഈ ബന്ധുക്കൾ പറഞ്ഞ അല്ലെങ്കിൽ GPS സിഗ്നൽ കാണിച്ച ആ പ്രദേശത്താണ് പരിശോധനകൾ പുരോഗമിക്കുന്നത്. അവിടെ മണ്ണ് മാറ്റി പരിശോധിക്കുന്നു. അവിടേക്കാണ് മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നത്. ഏതായാലും വലിയ ഭീമാകാരമായ തോതിൽ, നമുക്ക് ആകാശ ദൃശ്യങ്ങൾ തന്നെ കാണാം, ഭീമാകാരമായ തോതിൽ തന്നെ ഈ കുന്ന് ഇടിഞ്ഞു വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മണ്ണ് മുഴുവൻ മാറ്റി വേണം പരിശോധന നടത്താൻ. അതൊരു ശ്രമകരമായിട്ടുള്ള ജോലിയാണ്. അനുകൂല കാലാവസ്ഥ കൂടി അതിന് വേണം. കഴിഞ്ഞ 3 ദിവസവും അനുകൂല കാലാവസ്ഥ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ രക്ഷാപ്രവർത്തനം ഏതായാലും വലിയ പ്രശ്നം അല്ലെങ്കിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു, ദുഷ്കരമായിരുന്നു. ഏതായാലും ഇപ്പോൾ കുറച്ച് മഴയ്ക്ക് ശമനം വന്നതുകൊണ്ട് തന്നെ ഇനി രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിലാകും. അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉത്തര കന്നഡ ജില്ലയിൽ, ഈ അങ്കോല ഉൾപ്പെടുന്ന ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലേർട്ടാണ് ഇന്നും നാളെയും. വലിയ മഴയ്ക്കുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ കൂടുതൽ അധികം സമയം പാഴാക്കാതെ പെട്ടെന്ന് തന്നെ ഈ വാഹനം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഏതായാലും കൂടുതൽ സംവിധാനങ്ങൾ ഇപ്പോൾ സമ്മർദ്ദത്തിന്റെ ഫലമായി അവിടേക്ക് എത്തിയിട്ടുണ്ട്. കേരള സർക്കാരിൽ നിന്ന് മന്ത്രിമാരുൾപ്പെടെ നിരന്തരം ഈ ഉദ്യോഗസ്ഥരുമായും അതുപോലെ തന്നെ മന്ത്രിതലത്തിലും ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്, സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൈകാതെ തന്നെ ഈ തിരച്ചിൽ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ശ്രീധരൻ, രാത്രി തിരച്ചിൽ നടക്കുമോ? പ്രതികൂല കാലാവസ്ഥയാണ്, മഴ ശക്തി പ്രാപിക്കും. അതൊക്കെ വെച്ച് രാത്രിയിലേക്കും നീണ്ടുപോയി കഴിഞ്ഞാൽ അതുകൂടി ചിന്തിക്കണമല്ലോ. മന്ത്രി നേരത്തെ പറഞ്ഞത് നമുക്ക് അതിനിപ്പുറത്തേക്ക് കണ്ടെത്താൻ കഴിയും വൈകിട്ടോടെ എന്നാണ് പറഞ്ഞുവെങ്കിലും അങ്ങനെ ഒരു പ്ലാനിങ്ങും കൂടി. ഈ രാത്രി തിരച്ചിൽ തീർത്തും ദുഷ്കരമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് ഈ കോരിച്ചൊരിയുന്ന മഴയാണ്. ഇന്നലെ മാത്രം കഴിഞ്ഞ 24 മണിക്കൂർ, ഇന്ന് രാവിലെ 10 മണിക്ക് അവസാനിച്ച 24 മണിക്കൂറിൽ 27 സെന്റിമീറ്റർ മഴയാണ് ഈ പ്രദേശത്ത് പെയ്തത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം അളവിൽ മഴ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അവിടെ പെയ്തിരുന്നു. കഴിഞ്ഞ 5 ദിവസമായി സമാന രീതിയിൽ അവിടെ മഴ പെയ്യുന്നുണ്ട്. നാളെയും മഴ തുടരും. 22-ാം തീയതി വരെ മഴ പെയ്യും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത്. റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് രാത്രിയിലെ ഈ തിരച്ചിൽ എന്നുള്ളത് തീർത്തും ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏതായാലും ഇന്നിപ്പോൾ ഈ ഒരു സമ്മർദ്ദത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ GPS സിഗ്നൽ കാണിച്ച ആ ഒരു പ്രദേശത്തെങ്കിലും മതിയായിട്ടുള്ള വെളിച്ചം കൊണ്ടുവന്ന് തിരച്ചിൽ നടത്തുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. എന്നാൽ പോലും അതിലൊരു റിസ്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ഈ രാത്രിക്ക് മുൻപേ ഈ ലോറി കണ്ടെത്താനാകുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരുമൊക്കെ പങ്കുവെക്കുന്നത്. അതിനുവേണ്ടിയുള്ള ആധുനിക സംവിധാനങ്ങൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ ആളുകൾ ഈ പരിശോധനയ്ക്ക് അല്ലെങ്കിൽ തിരച്ചിലിന് വേണ്ടി എത്തുന്നു എന്നുള്ളത് സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന പോലെയല്ല തിരച്ചിൽ നടക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിന് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം കൈമയും മറന്ന് ഒന്നിച്ച് ഇടപെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ MP-മാർ ഇടപെട്ടിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൃത്യമായിട്ട് ഈ വിഷയങ്ങൾ മോണിറ്റർ ചെയ്യുന്നു. ഉപമുഖ്യമന്ത്രിയുടെ ഓഫീസ് മോണിറ്റർ ചെയ്യുന്നു. പ്രദേശത്തേക്ക് പ്രാദേശിക MLA-യും MP-യും ഒക്കെ അവിടേക്ക് എത്തി കൂടുതൽ ആളുകളെയൊക്കെ അവിടേക്ക് വേണ്ട രക്ഷാപ്രവർത്തനത്തിലേക്ക് എത്തിക്കുന്നുള്ള നടപടികളൊക്കെ നടത്തുന്നു. ഇതൊക്കെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. നേവിയുടെ പ്രത്യേക സംഘം, 8-അംഗ സംഘം ഇന്ന് ഇവിടെ എത്തി പുഴയിലൊക്കെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ഒരു ഫലം എന്ന രീതിയിൽ ഇന്ന് ഇരുൾ വീഴുന്നതിന് മുമ്പേ തന്നെ ഈ ലോറി കണ്ടെത്താനാകും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഏറ്റവും
പോസിറ്റീവായിട്ട് നമ്മൾ ഈ ദുരന്തമുഖത്ത് എടുക്കേണ്ട ഒരു കാര്യം, ഈ പ്രശ്നങ്ങളെല്ലാം സർവൈവ് ചെയ്യാനുള്ള ഒരു കഴിവ് അർജുൻ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ രാത്രി വരെ ഈ ലോറിയുടെ എൻജിൻ ഓണായിരുന്നു. ഇന്നലെ രാവിലെ മൊബൈൽ ഫോണിന്റെ സിഗ്നലുകൾ, മൊബൈൽ ഫോൺ റിംഗ് ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ദൂരെയെങ്കിലും ഒരു പ്രതീക്ഷയുടെ നാളം കത്തി നിൽക്കുന്നത് നമുക്ക് കാണാം. ഏതായാലും അത് അർജുനന് ഇതിനെയെല്ലാം അതിജീവിച്ച് തിരിച്ചു വരാനാകും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് നമുക്ക് മുന്നിൽ വെക്കുന്നത്. ഏതായാലും തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. കെ വി ശ്രീധരനാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. ശ്രീധരൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ വൈകിയാണെങ്കിലും ഉണർന്ന് എഴുന്നേൽക്കുന്നുണ്ട്. ദ്രുതഗതിയിൽ തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. അപ്പോഴും സമയം വളരെ പ്രധാനമാണ്. പിടിച്ചു നിൽക്കാൻ കെൽപ്പുള്ള അർജുന് ഈ സമയത്തെ അതിജീവിക്കാൻ കഴിയണം. അങ്ങനെയുള്ള പ്രാർത്ഥന, എല്ലാവരും ആ പ്രാർത്ഥനയിൽ തന്നെയാണ്. അങ്ങനെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് അർജുൻ ആ മൺകൂനയിൽ നിന്നും ഉയർന്ന അതീവ ശക്തിയോടുകൂടി ഈ കരയിലേക്ക് എത്തട്ടെ. ആ രീതിയിലൊക്കെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കട്ടെ. ദൗത്യത്തിൽ ഒരു തടസ്സവും പ്രകൃതിയും ഒരുക്കാതിരിക്കട്ടെ എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. കാരണം ഉത്തര കന്നഡ മേഖലയിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. നേരിയ ശമനം മഴയ്ക്കിപ്പോൾ ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ റെഡ് അലർട്ട് ഒരു പ്രധാനപ്പെട്ടതാണ്. മഴ വീണ്ടും അത് ശക്തിപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട്. മണ്ണിടിച്ചിൽ ഒക്കെ ഉണ്ടാകാതെ വളരെ സസൂക്ഷ്മം മണ്ണ് നീക്കുന്ന പ്രവൃത്തിയാണിപ്പോൾ ഈ സേനാവിഭാഗങ്ങൾ, NDRFൻ്റെയും മറ്റ് പോലീസിൻ്റെയും ഒക്കെ തന്നെ ദ്രുതകർമ്മ സേനയുടെയും അഗ്നിശമന സേനാവിഭാഗങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ നിരന്തരം ഉണ്ട് എന്നാണ് മന്ത്രി നേരത്തെ വ്യക്തമാക്കിയത്. KV ഗണേഷ് കുമാറാണ് നമ്മോട് കാര്യങ്ങൾ പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് തന്നെ അവിടെ ബന്ധപ്പെടുന്നുണ്ട്, അവിടെ നിന്നുള്ള അറിയിപ്പുകൾ ലഭിക്കുന്നുണ്ട്. അത് ഭരണതലത്തിൽ തന്നെ ഏകോപിപ്പിക്കുന്നു എന്നറിയുന്നു. അതൊക്കെ എന്തായാലും ഫലവത്താകട്ടെ. ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് കാത്തിരിക്കാം അർജുൻ്റെ വരവിനായി.